ആവശ്യമില്ല. വാങ്ങിയായിട്ട് ആ പുള്ളി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ടുണ്ട് പോരെ. ചുമ്മാ ചെറുക്കം പഴവുണ്ണിയുടെ ഷർട്ടും വഴിക്കായിട്ട് പറഞ്ഞ നേരത്തെ ആരെ കൈയാണ് മുതത്ത് കയറുന്നതെന്ന് പറയാൻ പറ്റൂല ഇനി. പറഞ്ഞ ഇതാണ് നിങ്ങളെ സ്വഭാവം. ഈ ഒരൊറ്റ സ്വഭാവം തന്നെയാണ് നിങ്ങളെ ഭാര്യ മടങ്ങിപ്പോയത്. നീ ആവശ്യമില്ലാത്ത പറഞ്ഞ് നാട്ടുകാരെ ഫലിപ്പിക്കല്ലേ കേട്ടാ. നീ ഇതിന്റെ ബാക്കിലുള്ള സംഭവങ്ങൾ അറിഞ്ഞിട്ടേ സംസാരിക്കാവൂ. എന്റെ ഭാര്യ പണിയിപ്പോ അതിന്റെ കാരണം എന്തിരുന്ന് നിനക്ക് അറിയണം ആണല്ലോ. സംഭവം ഞാൻ പറയും, ശ്രദ്ധിച്ച് കേട്ടോ. ഇതിന്റെ അന്തർശ്രമങ്ങളെ മുൻസ്ഥിതികളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചു നോക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ഒറ്റ പ്രാവശ്യം ഞാൻ പറയും. അത് വേണമെങ്കിൽ എഴുതി വെച്ചോ കേട്ടാ. അപ്പം എന്റെ ഭാര്യ എങ്ങനെ പണിയിപ്പോയെന്ന് നിനക്കറിയണം. അറിയണം. നിനക്ക് അല്ല, എനിക്ക് അറിയണം. ഈ കാരണങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ സംഭവങ്ങൾ നടന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. നിനക്കറിയണം. അപ്പൊ നിനക്കറിയണം. ശരി, നിന്റെ ഭാര്യയുടെ കാര്യം നിനക്കും പറഞ്ഞുതരാം. എടാ, സംഭവം നമ്മൾ രാത്രി ഉറക്കത്തിൽ എണീറ്റ് കിടക്കുന്ന സ്വഭാവം കിട്ടും. ഉറക്കത്തിൽ അത് സ്വാഭാവികം ആണല്ലോ. അസ്വാഭാവികം ആണല്ലോ. ഞാനും മണ്ണെണീച്ച് നടക്കാറുണ്ടായിരുന്നു. ആണല്ലോ. അവള് കൃത്യമായിട്ട് രാത്രി ഉറക്കത്തിൽ നിന്ന് കട്ടയിൽ നിന്ന് എണീച്ച് നടക്കുകയും ചെയ്യും. കൃത്യമായിട്ട് കതവ് തുറന്ന് പുറത്ത് പോവുകയും ചെയ്യും. കൃത്യമായിട്ട് ഗേറ്റ് തുറക്കുകയും ചെയ്യും. കൃത്യമായിട്ട് അപ്പുറത്തെ സുരേഷിന്റെ ഗേറ്റ് തുറക്കുകയും ചെയ്യും. കൃത്യമായിട്ട് അതിനകത്ത് കയറി പോവുകയും ചെയ്യും. ഏത് സുരേഷ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് സംഭവം നമ്മളെ വട്ടപ്ലാമില്ലേ, അതിന്റെ ഷാപ്പിന്റെ തൊട്ടിപ്പുറത്തായിട്ട് വരും. തുഷാദിന്റെ ഒക്കെ വീടിന്റെ അടുത്തായിട്ട് വരും. എനിക്ക് തുഷാദാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. സംഭവം അല്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. സംശയിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു തീരട്ടെ. സംഭവം അപ്പൊ ഇതേപോലെ ഇവളത് കൃത്യമായിട്ട് പോവുകയും ചെയ്യും. 4-5 ദിവസം ഞാൻ ക്ഷമിച്ച് സഹിച്ചു. 5 ചെന്ന് ഞാൻ ഇവളെ പിടിച്ച് കെട്ടിയിട്ട് അപ്പൊ അവളെ അസുഖം ഭേദമായി. പിന്നെന്തിനാ കൃത്യമായിട്ട് സുരേഷ് ഈ അസുഖം അറിഞ്ഞുകൊണ്ട് തുടങ്ങി. ഞാൻ തിരികെ എടാ, ഇത് ഇങ്ങനെയുള്ള നിസ്സാര പ്രശ്നത്തിനാണ് അവൾ എന്നെ വിട്ട് പണിക്ക് പോയത്. എടാ, ഞാൻ എന്തിനു വിട്ട് എഴുതാ. അതൊക്കെ പോട്ട്, നിങ്ങള് വന്ന കാര്യം നടത്തിട്ട് പോയി. ഇനി കൂടുതൽ ഇവിടെ നിൽക്കണ്ട. നിങ്ങളേടാ കൂടുതൽ ഇവിടെ നിൽക്കണ്ട. വരവ് ചെലവുകളൊക്കെ അവതരിപ്പിക്കും. അത് ഞാൻ അവതരിപ്പിക്കും. അതിനു മുമ്പേ എന്റെ സ്കൂട്ടർ നീ ഇവിടെ എവിടെയെങ്കിലും കണ്ട? സ്കൂട്ടറിലാണ് ആശയമായിട്ട് വന്നത്. എന്റെ സ്കൂട്ടർ നീ ഇവിടെ എവിടെയെങ്കിലും കണ്ട? നിങ്ങൾ അവിടെ നിന്നല്ലേ വന്നത്. അപ്പൊ അവിടെ എവിടെയെങ്കിലും കാണും. അവിടെ ഇല്ലെങ്കിൽ നീ സംഭവം നീ എടുത്ത് തരും. അവിടെ ഇല്ലെങ്കിൽ നീ കണ്ടാടെ പോയപ്പോ കണ്ടാടാ. അതൊന്നേ ഉള്ളു. നിങ്ങൾ പറയും കണക്ക് അവതരിപ്പിക്കുമ്പോ എന്റെ സ്കൂട്ടർ നിങ്ങൾ കണക്ക് അവതരിപ്പിക്കുന്നില്ലേ? കണക്ക് അവതരിപ്പിക്കാം. അപ്പൊ നമ്മളെ ഒരു വർഷത്തെ കൃത്യമായിട്ടുള്ള കണക്ക്, വരവ് ചെലവ് കണക്കുകളാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കള്ളവുമില്ല, കപടവുമില്ല, കൃത്യമായിട്ടുള്ള കണക്ക്. ഒരു വർഷത്തെ പള്ളിച്ചെലവ് കണക്ക്. ഒരു വർഷത്തെ ഒരു വർഷത്തെ കണക്ക് എത്രയുള്ള? ഇത്രയൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ. ഇത് എന്നെ നടത്തി കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ ഒരു വർഷത്തെ വരവ് ചെലവ് കണക്ക്. ഒരു വർഷത്തെ വരവ് ചെലവ്. തെങ്ങേപ്പാട്ട് 25,000 രൂപ. തെങ്ങേപ്പാട്ട് 25,000 രൂപ. എടാ, നമ്മൾ തെങ്ങിന്റെ നമ്മളുടെ ഈ കോളാമ്പി വെച്ച് കെട്ടിയിട്ട് നമ്മൾ പാടൂലി, അതാണ് തെങ്ങേപ്പാട്ട്. അതിനാണ് 25,000 രൂപ. അതിന് 25,000 രൂപ അല്ലേ? എന്റെ മോള് സുധ ഉണ്ടല്ലോ, അവൾ ഇതിന്റെ കാട്ടി നല്ലോലെ ഒന്ന് പാടിത്തരും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അടുത്ത വർഷം നിന്റെ മോള് സുധയെ കൊണ്ട് തെങ്ങിന്റെ മറ്റേ കെട്ടി വെച്ച് പാടിപ്പിക്കണേ. നീ എന്റെ നെഞ്ചത്ത് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യരുത്. മനസ്സിലായി? അവതരിപ്പിച്ചോളി. ഡിസ്റ്റർബ് ചെയ്യരുത്. മനസ്സിലായല്ലോ? ഓ മോനെ, അതിനു മുമ്പ് എന്റെ സ്കൂട്ടർ നിങ്ങള് കണക്ക് അവതരിപ്പിക്കുന്ന അപ്പുറത്തെ കുറ്റിക്കാടി വെച്ചതാണ്. അത് ഞാൻ തന്നെ താഴെ കൊണ്ടുവച്ചത്. ആ ജനറേറ്റർ കണ്ടുപിടിക്കാനാണ് ഈ 50,000 രൂപയുടെ കത്തിച്ചത്. മനസ്സിലായിരുന്നു? അപ്പൊ നീ
നീ കൂടുതൽ ഈ വരവ് ചെലവ് കണക്കാതെ നിനക്ക് വേറെ വല്ല അറിയണ്ടെങ്കിൽ വേറെ അറിയുണ്ട്, എനിക്കറിയുണ്ട്. കഴിഞ്ഞ നിങ്ങൾ 1 ലക്ഷം രൂപ മേടിച്ചാ പള്ളിയിലെ സെമിത്തേരിയിലെ മതിൽ കെട്ടാ നിങ്ങൾ 1 ലക്ഷം രൂപ മേടിച്ചാ അതെവിടെ? സംഭവം പള്ളിയിലെ സെമിത്തേരിയിലെ കിടക്കുന്ന ഈ പുള്ളികൾക്ക് പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അതില്ല. ഇല്ലല്ലോ. ഇല്ല. നിന്നെ പോലെയുള്ള ഈ പുള്ളികൾക്ക് അകത്തോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. പിന്നെ എന്തിന്റെ അവിടെ ഒരു മതിൽ? അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിന്റെ മതിൽ കെട്ടി. നിങ്ങളെ വീട്ടിന്റെ മതിൽ കെട്ടി? എടാ ആവശ്യമില്ലാത്തത് ഇതേപോലെയൊക്കെ മതിൽ കെട്ടി വെച്ചിട്ട് എന്തിരിക്കാൻ ഒരാവശ്യമില്ല. പോട്ടെ, അതൊക്കെ പോട്ടെ. വരവ് എത്ര ഉണ്ടെന്ന് പറ. എത്ര വരവുണ്ടെന്ന് പറ. വരവ് കുഞ്ഞു കുഞ്ഞ് അതിനു മുമ്പ് എന്റെ സ്കൂട്ടർ മക്കളെ എടുത്തോണ്ട് പറഞ്ഞേടാ അവിടെ അവിടെ ഹോസ്റ്റലിലേക്കാണ്. അപ്പൊ എന്റെ സ്കൂട്ടറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇല്ല. എടുത്തോണ്ട് വരാന്ന് പറഞ്ഞില്ല. അപ്പം കഴിഞ്ഞ വർഷത്തെ വരവ് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ വരവ്. 4 ലക്ഷം. ഇതുവരെ ഈ പള്ളി കമ്മിറ്റിയിൽ ഇതുപോലൊരു ഇത്ര ഒരു എമൗണ്ട് വന്നിട്ടില്ല. പതിനേശനം വന്നപ്പോഴാണ് 4 ലക്ഷം രൂപ. വലിയൊരു എമൗണ്ടാണ്. കൊള്ളാം. 4 ലക്ഷം. വാങ്ങി വരട്ടെ. ചിലവ് എത്രയാണ്? 1 മിനിറ്റ്. വെള്ളം കുടിക്കാൻ വേണം. തൊണ്ട വരണ്ടിച്ചു പോയി. തൊണ്ട വരണ്ടിട്ട് പോയി. അതിന് ഇത്ര സ്മെല്ലുണ്ടാവും. കുഞ്ഞു മോനെ ഇതടിച്ച സാധനം വേറെ. ചെലവ് പറയണ്ടേ തന്നെയല്ലോ. ഇപ്പൊ ചെലവ് അതിനു മുമ്പേ എന്റെ സ്കൂട്ടർ പറഞ്ഞില്ലേ പഴുവിനി നീ അവിടെ നിന്ന് തരാന്ന് പറയാതെ സാധനം കൊണ്ട് തന്നില്ല മാറ്റി തന്നെ കേട്ടോ. ഉള്ള കാര്യം പറയാം. അപ്പൊ ചെലവ് കൃത്യമായിട്ട് 5 ലക്ഷം രൂപ. എന്തോന്ന്? 5 ലക്ഷം രൂപ. വരവ് 4 ലക്ഷം, ചെലവ് 5 ലക്ഷം. അപ്പൊ ഈ 1 ലക്ഷം രൂപ നിങ്ങൾ എവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് കൊടുത്ത്? എടാ അതിന് ഈ പള്ളി കമ്മിറ്റിക്ക് 1 ലക്ഷം രൂപ കടം വരുത്തി വെച്ച് പള്ളി കമ്മിറ്റി പൊളിക്കാൻ ദിനേശ് അല്ലാതായിരിക്കും. സ്വർണവും വെള്ളിയൊക്കെ കൊണ്ട് പണയം വെച്ച് ഞാൻ ആ കടം തീർത്തു. എന്നെ കൊണ്ട് അത്രയൊക്കെ സ്വർണം വെള്ളിയൊക്കെ കൊണ്ട് പണയം വെച്ച് കടം തീർത്തു. ഇങ്ങനെ ആയിരിക്കണം മനുഷ്യര്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്വർണം വള മാല എന്നിവ കൊണ്ട് പണയം വെച്ചാണ് അദ്ദേഹം കടം തീർത്തത്. എന്റെ ചോര തിളയ്ക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ. ഇങ്ങനെ ആയിരിക്കണം നാട്ടുകാരല്ല. എന്റെ പൊന്നുമോനെ നീ എന്തോ പറഞ്ഞ്? എന്റെ ഭാര്യയുടെ എന്റെ പെൺപർണാത്തിയുടെ മാല വള കൊണ്ട് പണയം വെച്ച് ഞാൻ ഈ കടം തീക്കൂ അല്ലേ? എടാ പള്ളിയിലുണ്ടായിരുന്ന സ്വർണ്ണ കുരിശും വെള്ളിപ്പാത്രമൊക്കെ വിറ്റാണ് ഞാൻ ഈ കടം തീർത്താതെ. പിന്നെ ഓടിക്കൂ. എടാ ഇതെന്ത് മുടിയായിരിക്കുന്നു? അതിനു മുമ്പ് എന്റെ സ്കൂട്ടർ നീ കൊണ്ട തരാം. ഒരു കാര്യം തരാം. ഈ പള്ളി കമ്മിറ്റി നിങ്ങൾ മുടിക്കൂ. നിങ്ങൾ എന്തൊരു കോലാണ്? ഈ കോലത്തിന് ഖജാൻജിക്ക് പറ്റിയതാണ്. നിങ്ങൾ നന്നാവാത്ത എന്തിനാണ് ഈ കോലത്തിന് വല്ല ഇങ്ങനെ ഈ കള്ളിനും മദ്രാശിക്കും ഉണ്ടെങ്കിൽ പറയാം. ഈ കള്ളിനും മദ്രാശിക്കും നിങ്ങൾ ഇങ്ങനെ അടിമയാവരുത് കേട്ടാ. കള്ളിനും ഇതൊന്നും ശരിയുള്ള കാര്യമല്ല. പൊന്നുപോലെ നീ എന്തോ പറഞ്ഞ കള്ളിനും മദ്രാശി എന്തോന്ന് കള്ളിനും മദ്രാശിക്കും അടിമപ്പെടരുതെന്ന്. ഇപ്പഴല്ലേ മനസ്സിലായ എന്റെ സ്കൂട്ടറെ കുണ്ട്ര ഓമനയുടെ വീട്ടിൽ ഇരിക്കുവാ ഞാൻ